പലർക്കും കുത്തിവെപ്പുകളെ പറ്റി പല ധാരണകളും പല തെറ്റിദ്ധാരണകളും ഉണ്ട്. നിങ്ങളുടെ പ്രസവിച്ച ആശുപത്രിയിലെ ബുക്കിലും മറ്റ് സ്രോതസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. മഞ്ഞപ്പിത്തത്തിനും ടൈഫോയിഡിനും മുണ്ടുനീരിനും ചിക്കൻ പോക്സിനും ന്യൂമോണിയയ്ക്കും എല്ലാത്തിനും കുത്തിവെപ്പുകളുണ്ട്. സമീപകാലത്ത് നമ്മൾ പേപ്പറിൽ കണ്ടല്ലോ, 20,000 കേസാണ് മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ മുണ്ടുനീരിന് വാക്സിൻ എപ്പോഴാണ് എടുക്കേണ്ടത്? ഇതിന് വല്ല പാർശ്വഫലങ്ങളുണ്ട്. ഈ മുണ്ടുനീരിന്റെ വാക്സിൻ നമ്മൾ എടുക്കുന്നത് 15ാം മാസം തികഞ്ഞിട്ടാണ്. അതേപോലെ അതിന്റെ സെക്കൻഡ് ഡോസ് എടുക്കുന്നത് 4നും 5 വയസ്സിനും ഇടയ്ക്കാണ്. ഈ മുണ്ടുനീരിന്റെ വാക്സിന് അങ്ങനെ വലിയ കൂടിയ വിലയല്ല. ഈ വാക്സിൻ എടുക്കുമ്പം പ്രത്യേകിച്ച് വേദനയോ പനിയോ ഇല്ല. മുണ്ടുനീരിന്റെ വാക്സിന് വേറെ ഒരു പാർശ്വഫലങ്ങളും പൊതുവെ നമ്മൾ കണ്ടിട്ടില്ല. വാക്സിൻ എടുക്കുമ്പോൾ ചില കുട്ടികൾ വളരെ വിരളമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, 20ാം ദിവസം ചിലപ്പം നമ്മുടെ ചെവിയുടെ മുന്നിൽ ചെറിയൊരു നീര് വരും. അത് നമ്മൾ അത്രയും കാര്യമാക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ദേഹം മുണ്ടുനീരിന്റെ വാക്സിൻ എടുക്കേണ്ട ഒരു പ്രതിരോധ രീതിയാണ്. അപ്പം അതിനൊരു ഡോസ് പാരസിറ്റമോൾ കൊടുത്താൽ മാത്രം മതി. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ വാക്സിൻ എടുത്തിട്ട് 20ാം ദിവസം ഈ നീര് കണ്ട മുണ്ടുനീര് വന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് ഓടിപ്പോയി ആശുപത്രിയിൽ ഓടേണ്ട ആവശ്യമില്ല. അപ്പം മുണ്ടുനീരിൻ്റെ വാക്സിൻ എടുക്കുന്നത് അനിവാര്യമാണ്. 15ാം മാസത്തിനും 4 വയസ്സിനും എടുക്കണം. ഇനി ഒരു ചോദ്യം വരാം, എൻ്റെ കുഞ്ഞിന് 6 വയസ്സായി, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, അപ്പം എന്താ ചെയ്യേണ്ടത്? ഒട്ടും പേടിക്കേണ്ട, ഏത് വയസ്സിൽ വേണമെങ്കിലും മുണ്ടുനീര് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ വാക്സിൻ എടുക്കാം.